നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പാണ് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള നിരവധി താരങ്ങൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ട് സിദ്ദിഖ്, അതുപോലെ മുകേഷ്, അതുപോലെ സുധീഷ്, സംവിധായകൻ രഞ്ജിത്ത്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി താരങ്ങളുടെ മേൽ ജയസൂര്യ, അതുപോലെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിവിൻ പോളിയിലാണ്. നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലൈംഗിക ആരോപണം വരികയും അമ്മ എന്ന സംഘടനയിലെ കൂട്ടരാജിക്ക് പിന്നാലെ പോയ സംഭവങ്ങളെല്ലാം മലയാള സിനിമയെ ഞെട്ടിച്ചതാണ്. അതെല്ലാം നമ്മൾ കണ്ടതുമാണ്, കേട്ടതുമാണ്. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതും പൊതുവേദിയിൽ മഞ്ജു വാര്യർ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ മലയാള സിനിമ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയൊരു വിഷമഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, അതൊക്കെ മാറും എന്നുള്ള രീതിയിൽ തന്നെയാണ് മഞ്ജു വാര്യറും പ്രതികരിച്ചത്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 15-അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. ആരൊക്കെയാണ് പവർ ഗ്രൂപ്പിൽ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അവർക്കറിയില്ല എന്നുള്ളത്. എന്നാൽ പലരും, മറ്റു ചിലരാകട്ടെ പറഞ്ഞു മോഹൻലാൽ, മമ്മൂട്ടി അടക്കം ഉള്ളവരാണ് പവർ ഗ്രൂപ്പിൽ പെട്ടത് എന്നുള്ള രീതിയിൽ. ഇങ്ങനെയുള്ള പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ഒക്കെ ഉടലെടുത്തിരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ധ്യാൻ ശ്രീനിവാസൻ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഒരു ചടങ്ങിനിടയിലാണ് ധ്യാൻ ശ്രീനിവാസന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. താനാണ് പവർ ഗ്രൂപ്പ് എന്നാണ് ധ്യാൻ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ കാരണവും ധ്യാൻ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനല്ലേ പവർ ഗ്രൂപ്പ്, ആ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. സിനിമ വരുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടുമ്പോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ എന്നാണ് ധ്യാൻ വീഡിയോയിൽ പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന പുതിയ സിനിമ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ഉജ്വൽ എന്നാണ് സിനിമയുടെ പേര്. സോഫിയ പോളിന്റെ വീക്കെൻഡ് സിനിമാറ്റിക് ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഡിറ്റക്റ്റീവ് ഉജ്വൽ പുതിയ കേസ് ഏറ്റെടുക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം എന്നാണ് സൂചന. റമീസ് RC ആണ് സംഗീതം ഒരുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, സിനിമയിലെ പവർ ഗ്രൂപ്പിനെ പറ്റിയുള്ള ചർച്ചകൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. ദിലീപാണ് അതിൻ്റെ പിന്നിലെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു, അതുപോലെ മോഹൻലാലാണ്, മമ്മൂട്ടിയാണ് എന്നിങ്ങനെ പല പേരുകളും ഉയർന്നു കേൾക്കുമ്പോൾ എന്നാൽ സ്വയം എല്ലാവരും തങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക് എത്തുമ്പോഴാണ് ധ്യാൻ ശ്രീനിവാസൻ താനാണ് പവർ ഗ്രൂപ്പിലെ അംഗം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഹാസ്യരൂപേണ പറയുന്നതാണോ അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വിനീത് ശ്രീനിവാസന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരും. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.